ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്ക് ജെഇ മെയിൻസിന്റെയും അഡ്വാൻസിന്റെയും കംപ്ലീറ്റ് ട്രിഗ്നോമെട്രി കവർ ചെയ്യുന്ന ഇതിന്റെ 10th പാർട്ടിലേക്ക് സ്വാഗതം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമ്മൾ ഗ്രാഫ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. NCERT ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അന്നേരം നമുക്ക് ഓരോരോ ഫംഗ്ഷന്റെ ഗ്രാഫ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചങ്ങ് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് y is equal to sin x എന്ന് പറയുന്ന ഗ്രാഫാണ്. y is equal to sin x നിങ്ങൾക്കറിയാം. sin x ന്റെ വാല്യൂ എന്താണ്? റേഞ്ച് ഓഫ് ദ sin x റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആണ് അല്ലെ. പിന്നെ ഡൊമൈൻ എന്ന് പറയുന്ന എക്സിന് എല്ലാ റിയൽ നമ്പർ വാല്യൂസും എടുക്കുമെന്ന് നമുക്കറിയാം. സോ റിയൽ ഡൊമൈൻ എന്ന് പറയുന്നത് R ആണെന്നും നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പോയിന്റ്സ് എടുക്കുന്നത്? 0 എടുക്കാറുണ്ട്, π/2 എടുക്കാറുണ്ട്, പൈ ഉണ്ട്, ഇങ്ങനെ π/2 ഡിസ്റ്റൻസിലുള്ള കുറച്ച് പോയിന്റുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകാം. ഇവിടെ -π/2 ഉണ്ട്, -π ഉണ്ട്, -3π/2 ഉണ്ട്, -2π ഉണ്ട്, ഇങ്ങനെ വിടുന്നു അല്ലെ. പിന്നെ ഇവിടുന്ന് നമുക്കിപ്പോ ഒരു ലൈൻ, ഞാൻ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. 1 ഡിസ്റ്റൻസിലും -1 ഡിസ്റ്റൻസിലും അല്ലെ. മാക്സിമം ഡിസ്റ്റൻസ് -1 വരെ പോകും. ഇപ്പൊ ഒരു ഇത് y ആക്സിസ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ so this is y is equal to 1 അല്ലെ. so this is y is equal to 1 and this is y is equal to -1. ഇത് -1ഉം ഇത് 1ഉം ആണ്. sin x വരുമ്പോഴത്തേക്കും sin 0 എന്ന് പറയുന്നത് 0 ആണ്, sin π/2 എന്ന് പറയുന്നത് 1 ആണ്, sin π എന്ന് പറയുന്നത് 0 ആണ്, sin 3π/2 -1 ആണ്, 2π 0 ആണ്. ഇങ്ങനെ വിട്ടടിച്ച് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ കേർവ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കുന്ന ഗ്രാഫാണ് അല്ലെ. ഇവിടെ -1 വന്നു, പൈയിൽ 0 ആയി, ഇവിടെ 1 പോയി, 1 നിന്ന് വീണ്ടും 2πയിലേക്ക് വന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ്. ഇതാണല്ലോ ഇത് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുമ്പോൾ എന്താണ് y വാല്യൂ? സോ sin x 0 ആവുന്ന പോയിന്റ്സ് എവിടേക്കാണ്? 0യില്, പൈയില്, 2πയില്, -πയില്, -2πയില്. സോ sin x is equal to 0 when x is equal to nπ. എല്ലാ nπയിലും നമ്മൾക്കിത് വരുന്നതായിട്ട് സാധിക്കും. ഇനി സോ ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി 2πയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതേ സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കും അല്ലെ. സോ ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരേ ഷേപ്പ് ആണ്. വീണ്ടും ഒരു 2π ഡിസ്റ്റൻസ്, 0യിൽ നിന്ന് 2π, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരേ ഷേപ്പ് ആണ് അല്ലെ. ഇത്രയും ഭാഗം മാത്രം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സെയിം ആസ് ഇത്രയും ഭാഗം അല്ലെ. സോ 2π കഴിയുമ്പോഴത്തേക്കും വാല്യൂസും അതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനെയാണ് പീരിയോഡിക് എന്ന് പറയുന്നത്. എ ഗ്രാഫ് വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഇസ് കോൾഡ് graph which repeats itself, it is called a periodic function. so periodic function എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലെ. സോ sin x എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഇതിന്റെ പീരിയഡ് എത്രയാണ്? എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഈ 2πയിൽ നിന്ന് 0 വരെ. സോ പീരിയഡ് എന്ന് പറയുന്നത് 2π ആണ്. സൈൻ ഫംഗ്ഷന്റെ പീരിയഡ് എന്ന് പറയുന്നത് 2π ആണ്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ, പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്നും കാര്യങ്ങളെല്ലാം പിടികിട്ടിയല്ലോ. അടുത്തത് നമുക്ക് y is equal to cos x നെ കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്നുള്ളതിൽ ആർക്കും ഡൗട്ട് ഇല്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി cos x ന്റെ റേഞ്ച് എന്ന് പറയുന്ന -1 to 1 ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ ഇത് 0, ഇത് 1ൽ കിടക്കട്ടെ, ഇത് -1ൽ കിടക്കട്ടെ. അതങ്ങനെ വരയ്ക്കണമെന്നൊന്നും നിർബന്ധമില്ല, ഞാൻ ചുമ്മാ എളുപ്പത്തിനായിട്ട് വരച്ചെന്നേ ഉള്ളൂ. 0, π/2, പൈ, 3π/2, 2π, 5π/2, 3π. അതേപോലെ തന്നെ -π ഉണ്ട്, -3π/2 ഉണ്ട്, -2π ഉണ്ട്, -5π/2 ഉണ്ട്, അങ്ങനെ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കും. so this is y is equal to 1 and this is y is equal to -1. cos 0 എന്ന് പറയുന്നത് 1 എന്ന് വരും. cos -π എന്ന് പറയുന്നത് അല്ല, cos -π/2 എന്ന് പറയുന്നത് 0, cos π/2 0. ഇവിടെ -1ലേക്ക് പോകുന്നു, ഇവിടെ വരുന്നു, ഇങ്ങനെ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് അല്ലെ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ഗ്രാഫ്. ഇവനും ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കറങ്ങി തിരിഞ്ഞു പോകുന്ന ഗ്രാഫ്. ഇതല്ലേ cos x ന്റെ ഗ്രാഫ്. ഇവിടെ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് റേഞ്ച് എന്ന് പറയുന്നത് -1നും 1നും ഇടയ്ക്കാണ്. ഇവിടെയും പീരിയഡ് എന്ന് പറയുന്നത് എത്രയാണ്? എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഈ -π/2നും 3π/2നും എടുത്തു കഴിഞ്ഞാൽ സെയിം ആണ്. ഈ 3π/2നും ഇവിടെ വരെ എടുത്തു കഴിഞ്ഞാലും സെയിം ആണ്. അതായത് വീണ്ടും ഒരു 2π ഇതിൽ പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. സോ 2π ആണ് എന്തിന്റെ പീരിയഡ്? cos x ന്റെയും പീരിയഡ്
2π ആണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ 2πക്കും ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ സെയിം സാധനം ഇത്രയും റിപ്പീറ്റ് അടിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കും. പിന്നെ cos x 0 ആകുന്നത് എപ്പോഴൊക്കെ, ഏതൊക്കെ പോയിന്റിലാണ് y is equal to 0, അതായത് x ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന π/2ലും 3π/2ലും 5π/2ലും -π/2ലും എല്ലായിടത്തും തന്നെ അത് 0 ആയിട്ട് മാറുന്നതായിട്ട്. ഓക്കെ, ഇത് -π ആയിരുന്നു, സോറി, ഇത് -πയും -3π/2ഉം അല്ലെ, ഇത് -2π ആയിരുന്നു, സോറി, ഒന്ന് നോക്കിയേക്കണേ, -2π ആയിരുന്നു. ഓക്കെ, സോ cos x is equal to 0 at x is equal to 2n plus 1 into π/2 അല്ലെ. എല്ലാ π/2ന്റെ മൾട്ടിപ്പിൾസിലും ഇത് വന്നിട്ട് 0 ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. cos x 0 ആകുന്നതാണ് എക്സ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആകുന്ന കേസുകളിലെല്ലാം cos x 0 ആകുന്നു. പീരീഡ് ഇതിന്റെ 2π ആണെന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കേണ്ടത് y is equal to sec x ആണ്. y is equal to sec x ന്റെ പ്രത്യേകത എന്താണ്? അത് 1/cos x ആണ്. അപ്പൊ cos x 0 ആകുന്ന പാർട്ടിൽ ഒന്നും ഇത് ഡിഫൈൻഡ് ആവത്തില്ല. അന്നേരം ഡൊമെയിൻ എടുക്കുമ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് minus all the values where cos x will become 0. cos x എപ്പോഴാണ് 0 ആവുന്നത്? 2n plus 1 π/2. ഇതായിരിക്കണം ഡൊമെയിൻ. ഇനി നമുക്ക് റേഞ്ച് എടുക്കുമ്പോൾ ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ cos x ന്റെ ഗ്രാഫ് അല്ല sec x ന്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പം മാർഗം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളൊരു cos x ന്റെ ഗ്രാഫ് അങ്ങ് വരയ്ക്കുക. ഓക്കെ, cos x ന്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഞാൻ പഠിപ്പിച്ചു തരാം. 0, π/2, π, 3π/2, 2π, 5π/2, കുറച്ചും കൂടെ പോട്ടെ, 3π, 7π/2 വരെ ഇരിക്കട്ടെ, കുറച്ച് ജാട ആയിക്കോട്ടെ. സോ ദിസ് ഇസ് -π/2, -π, -3π/2, -2π, -5π/2, -3π, -7π/2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെ. സോ 0യിൽ നിന്ന് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ 1ല് cos x ന്റെ ഗ്രാഫ് നമുക്കൊന്നും ആദ്യം വരയ്ക്കാം. cos x ന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം അറിയാം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് അല്ലെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് y is equal to sec x ന്റെ ഗ്രാഫ്. sec x എന്ന് പറയുന്നത് 1/cos x ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഇത്രയും ഗ്രാഫുകൾ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇത് 0 ആകുന്ന പോയിന്റിലെല്ലാം കുറച്ച് ഡോട്ട് ഇട്ടൊരു ലൈൻ അങ്ങ് വരയ്ക്കാം. ഇങ്ങനെ ഒരു പാരലൽ ലൈൻസ് വരച്ചു വെക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കേണ്ടത് cos 0 എന്ന് പറയുന്നത് എത്രയാണ്? 1. ഇവിടെ നിന്ന് തുടങ്ങും. പിന്നെ ഈ വാല്യൂ കോസിന്റെ വാല്യൂ കുറഞ്ഞു വരുമല്ലേ, ഡിനോമിനേറ്റർ കുറഞ്ഞു വരുമ്പോഴത്തേക്കും ടോട്ടൽ വാല്യൂ കൂടി വരില്ലേ. 1/0.5 എന്ന് പറയുന്നത് 2 ആണ്, 1/0.25 എന്ന് പറയുന്നത് 4 ആണ്. ഡിനോമിനേറ്റർ കുറഞ്ഞു വരുമ്പോൾ ടോട്ടൽ വാല്യൂ കൂടി വരും അല്ലെ. ഇത് കുറഞ്ഞ് ഡിനോമിനേറ്ററിന്റെ വാല്യൂ കുറഞ്ഞ് 0യുടെ അടുത്തോട്ട് എത്തുമ്പോൾ 1/0.0000001 എന്ന് പറഞ്ഞാൽ വളരെ വലിയ വാല്യൂലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് 0യ്ക്ക് അടുത്തെത്തുന്ന പോയിന്റുകളിൽ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ വിട്ടടിച്ചു പോകുന്നതായിട്ട് കാണാം. ഇപ്പുറത്തെ സൈഡിലും അതേ രീതിയിൽ നെഗറ്റീവ് രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ഇപ്പുറത്ത് ഇതിന്റെ മുകളിലായിട്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ കൊസീക് എക്സിന്റെ ഈ മുകളിൽ വരച്ചു പോകുന്നതാണ് നമ്മുടെ കൊസീക് എക്സിന്റെ അല്ല സീക് എക്സിന്റെ ഗ്രാഫ്. ഇൻട്രസ്റ്റിംഗ് ആയില്ലേ. ഇപ്പൊ സീക് എക്സിന്റെ ഗ്രാഫ് ഇവിടുന്നും ഇങ്ങനെ ഇവിടെ ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെയും വന്നിട്ട് ഇൻഫിനിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മുകളിൽ കളിക്കുന്നത് ഇത് cos x ന്റെ ഗ്രാഫ് ആണ്. അതിന് കമ്പാരിസൺ ആയിട്ട് ഞാൻ sec x ന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ റെസിപ്രോക്കൽ ഗ്രാഫ് വരയ്ക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തന്നെ വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്കറിയാം sec x എവിടെ -1നും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂസും എടുക്കത്തില്ല. അതായത് -∞ to -1 വരെ വരും, -1നും 1നും ഇടയ്ക്കുള്ള ഒന്നും എടുക്കില്ല, 1 to ∞ വരെ പോകും. സോ sec x ന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to -1 യൂണിയൻ 1 to ∞ എന്നുള്ളതാണ്. അതായത് y belongs to -∞ to -1 യൂണിയൻ 1 to ∞. So this is the range of the function.
ഓക്കെ, സോ sec x ന്റെ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇതൊരു കാര്യം മനസ്സിലാവും, ഇതൊരു ഡിസ്കണ്ടിന്യൂസ്. cos x എടുത്തു കഴിഞ്ഞാൽ എവിടെങ്കിലും മുറിയുന്നുണ്ടോ? കണ്ടിന്യൂസ്ലി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ sec x എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആവുന്നുണ്ട്. എവിടെയാണ് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്? at points where cos x will become 0. so this is the discontinuous graph. ഇവിടെ വന്ന് പിന്നെ ഒരു മാറ്റം വന്നിട്ട് ഇങ്ങോട്ട് വരുന്നു. so this is a discontinuous graph അല്ലെ. so domain എന്ന് പറയുന്നത് r minus 2n plus 1 pi by 2 ആണ്. പീരിയോഡിക് ആണോ? സി ഇവിടെ ഒരു പൈ ഡിസ്റ്റൻസ് 2π ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് വീണ്ടും അതേ ഷേപ്പ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. സോ ഇതും പീരിയോഡിക് ആണ്, ഇതും പീരിയോഡിക് ആണ്. ഗ്രാഫ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് 2π, ബട്ട് ഡിസ്കണ്ടിന്യൂസ് ആണ്. മറ്റേത് കണ്ടിന്യൂസ് ആയിരുന്നു. സോ sec x ന്റെ ഗ്രാഫ്, റേഞ്ച്, അതിന്റെ ജാതകം എല്ലാം നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ടൈപ്പ് ഓഫ് ഗ്രാഫിലേക്ക് കിടക്കാം. അതായത് y is equal to cosec x നെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. y is equal to cosec x എന്ന് പറഞ്ഞാൽ 1 divided by sin x ആണല്ലോ. 1 divided by sin x നെ കുറിച്ച്, ഇത് ഒരു റെസിപ്രോക്കൽ ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ആദ്യം അങ്ങ് നമ്മൾ sin x ന്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നോക്കുക. sin x ന്റെ ഗ്രാഫ് വരയ്ക്കാൻ സിമ്പിൾ ആയിട്ട് വരയ്ക്കാമല്ലോ. ഓക്കെ, ഇത് 0 ഉണ്ട്, π/2 ഉണ്ട്, പൈ ഉണ്ട്, 3π/2 ഉണ്ട്, 2π ഉണ്ട്, 5π/2 ഉണ്ട്, 3π ഉണ്ട്, 7π/2 ഉണ്ട്. അതോടൊപ്പം തന്നെ -π/2 ഉണ്ട്, -π ഉണ്ട്, -3π/2 ഉണ്ട്, -2π ഉണ്ട്, -5π/2 ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ sin x ന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇത് 0-ൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് അല്ലെ. ഇനി ഇതിനെയും 0 ആകുന്ന പോയിന്റുകളിൽ നമുക്കൊരു ലൈൻ വരച്ചു നോക്കാം. 0 ആകുന്ന പോയിന്റുകൾ എവിടെയാണ്? പൈയിലാണ്, n/πയിലാണ് sin x 0 ആവുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക എളുപ്പത്തിനായിട്ട്. ഓക്കെ, ഇവിടെയും നമ്മൾ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് sin x ന്റെ കാര്യം എന്താ സംഭവിക്കുന്നത്? തിരിച്ചിപ്പുറത്തും ഇവിടെ ഇത് sin 90 എന്ന് പറയുന്ന 1 എന്ന് വരും. സൈനിന്റെ വാല്യൂ 90-ൽ നിന്ന് കൂടുമ്പോ എന്താണ്? 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ കുറഞ്ഞു വരും. ഡിനോമിനേറ്റർ കുറഞ്ഞു വരുമ്പോഴത്തേക്കും ടോട്ടൽ സാധനം കൂടി വരും. ഇങ്ങനെ വിട്ടടിച്ചു പോകുന്ന ഗ്രാഫാണ് cosec x ൻ്റെത്. സോ ഇവിടെയും താഴോട്ട് ഇങ്ങനെ തന്നെ വരും, ഇവിടെയും ഇങ്ങനെ പോകും, ഇവിടെയും ഇങ്ങനെ തന്നെ പോകും, ഇവിടെയും ഇങ്ങനെ തന്നെ പോകും, ഇവിടുന്ന് വിട്ടടിച്ച് പൊക്കോണ്ടിരിക്കുന്നു, ഇവിടുന്ന് വിട്ടടിച്ച് പൊക്കോണ്ടിരിക്കുന്നു. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് y is equal to cosec x എന്ന് പറയുന്ന ഗ്രാഫ്. ഇതാണ് y is equal to cosec x എന്ന് പറയുന്ന ഗ്രാഫ്. കാര്യം മനസ്സിലായല്ലോ? നിങ്ങൾ ഓർക്കും ഈ പൈ ഇവിടെ വരെ ഇത് പോസിറ്റീവ് ആയ സാധനം പെട്ടെന്ന് എങ്ങനെ സാർ നെഗറ്റീവ് ആയി? നിങ്ങളൊന്ന് ഓർക്കുക, സൈൻ ഓഫ് പൈ പ്ലസ് ഈവൻ ഒരു സ്മോൾ ക്വാണ്ടിറ്റി 0.5 ഡിഗ്രി പോലും നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതങ്ങ് തേർഡ് ക്വാഡ്രന്റിലാകും. തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് വാല്യൂലോട്ട് ചാടുന്നുണ്ട്. പൈ മൈനസ് പൈയിൽ നിന്ന് ചെറിയ വാല്യൂ എങ്കിലും കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, കൊസീക് പോസിറ്റീവ് ആണ്, മുകളിലോട്ടും. ഇങ്ങനെയാണ് നിങ്ങൾ ലോജിക്കലി ഇതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഓക്കെ, സോ കൊസീക് എക്സിന്റെ ഗ്രാഫ് ഇതാണ്. സോ 1 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ പ്ലസ് ഓഫ് സ്മോൾ എക്സ് എന്ത് പറ്റും? നെഗറ്റീവ് ആകും. 1 ഡിവൈഡഡ് ബൈ സൈൻ പൈ മൈനസ് സ്മോൾ എക്സ് എന്ത് പറ്റും? പോസിറ്റീവ് ആയി വരും. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ കൊസീക് എക്സിന്റെ ഡൊമൈനും റേഞ്ചും എഴുതാം. കൊസീക് എക്സിന്റെ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് r മൈനസ് n പൈ. കാരണം സൈൻ 0 ആകുന്ന കേസിലൊന്നും ഇത് ഡിഫൈൻഡ് ആകത്തില്ല. സോ r മൈനസ് n പൈ ആണ്. പിന്നെ ഇതിന്റെ റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ മറ്റേതുപോലെ തന്നെ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ -∞ to -1 യൂണിയൻ 1 to ഇൻഫിനിറ്റി വരെ വരുന്നുണ്ട്. ഇത് പീരിയോഡിക് ആണോ? ഇത് 2π വരെ ഒരേ ഷേപ്പിൽ, ഇവിടെ വരെ പൈ, ഇവിടെ സെയിം സാധനം, ഇവിടുന്ന് ഇവിടെ വരെ സെയിം. സോ ഇത്രയും ഭാഗത്ത് സെയിം, ഇത്രയും ഭാഗത്ത് സെയിം. സോ ഓരോ 2π ഇന്റർവെൽ കഴിയുമ്പോഴും, സോ പീരിയോഡിക് വിത്ത് പീരിയഡ് 2π തന്നെയാണ് പീരിയഡ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു? ഇതുവരെയുള്ള എല്ലാ ഗ്രാഫുകളും പഠിച്ചു. സൈൻ എക്സ്, കോസ് എക്സ്, സീക് എക്സ്, കൊസീക് എക്സ്, ഇത്രയും ഗ്രാഫുകൾ പഠിച്ചു. ഇതിന്റെ എല്ലാം പീരിയഡ്സ് 2π ആണ്. ഓക്കെ, ഇത്രയും 4 സാധനത്തിന്റെ പീരീഡ് 2π ആണ്. ഇനി 2 എണ്ണമല്ലേ നമുക്ക് ബാക്കിയുള്ള. ഏതൊക്കെയാണ്? ടാനും ബാക്കിയുണ്ട്, കോട്ടും ബാക്കിയുണ്ട്. ഇതിന്റെയും ഗ്രാഫുകളെ കുറിച്ച് സംസാരിക്കാം. അതിന്റെ പീരീഡ് 2π അല്ല, ഇതിന്റെ രണ്ടിന്റെ. ബാക്കി 4ന്റെയും പീരീഡ് 2π ആണ്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് y is equal to tan x നെ കുറിച്ച് പഠിക്കാം അല്ലെ. y is equal to tan x നെ കുറിച്ച് പഠിക്കാം. tan x എന്താണ്? sin x by cos x ആണ്. അന്നേരം ഓട്ടോമാറ്റിക്കലി cos x 0 ആകുന്ന പോയിന്റ്സിലെല്ലാം ഇതിന് ബ്രേക്ക് വരുമെന്ന് അർത്ഥം അല്ലെ. അതായത് x should not be is equal to 2n plus 1π/2. ഇത് നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ ഇതിന്റെ ഗ്രാഫ് ഒന്ന് നമുക്ക് വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ
ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുക. 0 pi by 2 pi 3 pi by 2 2 pi 5 pi by 2 3 pi 7 pi by 2 minus pi by 2 minus pi minus 3 pi by 2 minus 2 pi minus 5 pi by 2 minus 3 pi. ഇങ്ങനെ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ടാൻ 0 എന്ന് പറയുന്നത് 0 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, 0യിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ച് ഡോട്ടഡ് ലൈൻസ് പൈ ഡിസ്റ്റൻസിൽ ഡോട്ടഡ് ലൈൻസ് ഇങ്ങനെ വന്നിട്ട് വെക്കാം. എന്തുകൊണ്ടാണ് എഴുതുന്നത് നിങ്ങളിപ്പോ ഉടനെ മനസ്സിലാക്കും. ഓക്കെ, ടാൻ 0 0 ആണ്, ടാൻ പൈ ബൈ 2 1 ആണ്. അത് കഴിയുമ്പോൾ എന്ത് പറ്റും, ടാനിന്റെ വാല്യൂ കൂടി അങ്ങ് പോകത്തില്ല, ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതായത് ഇവിടെ നിന്ന് വന്ന സാധനം ഇങ്ങനെ വിട്ടടിച്ച് ഇൻഫിനിറ്റിയിലേക്ക് പോകും. തിരിച്ചും ഇപ്പുറത്തും ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇതേ സാധനം വീണ്ടും പൈ ബൈ 2 കഴിയുമ്പോൾ 90 കഴിയുമ്പോഴത്തേക്കും വീണ്ടും നെഗറ്റീവിൽ നിന്ന് വന്നു, ടാൻ പൈ എന്ന് പറയുന്നത് 0 ആയി, വീണ്ടും വിട്ടടിച്ചു പോകും. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വരുന്നു വിട്ടടിച്ചു പോകുന്നു, ഇവിടുന്ന് വരുന്നു ഇങ്ങനെ പോകുന്നു വിട്ടടിച്ചു പോകുന്നു, ഇവിടുന്ന് വരുന്നു ഇങ്ങനെ പോകുന്നു വിട്ടടിച്ചു പോകുന്നു, ഇവിടുന്ന് വരുന്നു ഇങ്ങനെ വരുന്നു വിട്ടടിച്ചു പോകുന്നു. അല്ലെ, ഇങ്ങനെ പോകുന്ന ഗ്രാഫ് അല്ലേ ടാൻ എക്സിന്റെ ഗ്രാഫ്. നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഇത് മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്നും പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അല്ലെ. സോ ഡിസ്കണ്ടിന്യൂസ് അറ്റ് പോയിന്റ് വെൻ x is equal to 0. അന്നേരം നമുക്ക് ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ r minus 2n plus 1 pi by 2 ആണ്. wherever cos x becomes 0 it should be removed. So ഇതാണ് ഡൊമെയിൻ. റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എന്താണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. പീരിയോഡിക് ആണോ, ആണ്. ഓരോ പൈ ഡിസ്റ്റൻസിലും ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ടാൻ എക്സിന്റെയും നല്ല രീതിയിൽ നമ്മൾ ഗ്രാഫ് പഠിച്ചു. ടാൻ എക്സിന്റെ ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ ആറാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് y is equal to cot x ന്റെ ഗ്രാഫ് ആണ്. y is equal to cot x ന്റെ ഗ്രാഫ് cos x divided by sin x ആണല്ലോ. ഓട്ടോമാറ്റിക്കലി sin x 0 ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എഴുതാം r minus all the points where sin x will become 0. so r minus n pi ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ so ഇത് pi by 2, ഇത് pi, ഇത് 3 pi by 2, ഇത് 2 pi, ഇത് 5 pi by 2, ഇത് മൈനസ് pi by 2, ഇത് മൈനസ് pi, ഇത് മൈനസ് 3 pi by 2, ഇത് മൈനസ് 2 pi, ഇത് മൈനസ് 5 pi by 2 അല്ലെ. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോട്ടെക്സ് പൈ ബൈ 4ൽ ഇതും 1 തന്നെയാണ് അല്ലെ. പൈ ബൈ 4ൽ ഇതും 1 തന്നെയാണ്, ഇതും 1 തന്നെയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ്. ഇതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് കോട്ടെക്സിന്റെ കാര്യം വരയ്ക്കുമ്പോൾ കോസ് 0 എത്രയാണ്, കോസ് 0 എന്ന് പറയുന്നത് 1 ആയിട്ട് വരും അല്ലെ. കോസ് 0 ഡിവൈഡഡ് ബൈ സൈൻ. ഇതെപ്പോഴാ നമുക്ക് കോട്ടെക്സിന്റെ നമുക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി 0 ഇൻഫിനിറ്റി ആണ് അല്ലെ. 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/√3, 45 ഡിഗ്രി എന്ന് പറയുന്നത് 1, 60 ഡിഗ്രി എന്ന് പറയുന്നത് √3, അല്ല സോറി, ഇത് √3 ആണ്, ഇത് 1 ആണ്, ഇത് 1/√3 ആണ്. ഇത് 90 ഡിഗ്രി വരുമ്പം 0. കോഡ് 90 എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. പിന്നെന്താണ്, കോഡ് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് നമുക്കറിയാം അല്ലെ. കോഡ് 0 എന്ന് പറയുന്ന ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ആണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരച്ചു തുടങ്ങുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് വാല്യൂ അല്ലേ, ഇതിനിടയ്ക്ക് 0യും കോട്ട് ഓഫ് മൈനസ് എക്സ് മൈനസ് കോട്ട് എക്സ് അല്ലെ. ഇവിടുന്ന് ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാ പറ കേക്കട്ടെ. ഇത് 0 ആയി അല്ലെ, ഇവിടെ 1 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇങ്ങനെ പോകുന്ന ഗ്രാഫ് ആയിരിക്കണ്ടേ.
ഇങ്ങനെ പോകുന്ന ഗ്രാഫ് ആയിരിക്കണ്ടേ കോട്ടക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതേ രീതിയിലല്ലേ നമുക്ക് കോട്ടക്സിന്റെ ഗ്രാഫ് നല്ല രീതിയിൽ വിട്ടടിച്ച് പോകേണ്ടത്. കാരണം കോട്ട് പൈ ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? കോട്ട് പൈ ബൈ 2 എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. കോട്ട് പൈ ബൈ 4 എന്ന് പറയുന്നത് 1 എന്ന് വരും. കോട്ട് ഓഫ് 0 എന്ന് പറയുന്ന ഇൻഫിനിറ്റിയുടെ അടുത്തോട്ട് പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് അല്ലേ? ആണല്ലോ. ആൻഡ് എൻ പൈയില് ഇത് ഡിഫൈൻഡ് അല്ല, എൻ പൈയിൽ ഒന്നും തന്നെ ഇത് ഡിഫൈൻഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് അല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി തന്നെയാണ്. ഇതിന്റെ റേഞ്ച് എന്നും പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. കാര്യങ്ങള് ഗ്രാഫ് നമ്മൾ നന്നായിട്ട് കോട്ടക്സിന്റെയും ടാനക്സിന്റെയും എല്ലാത്തിന്റെയും തന്നെ ഗ്രാഫ് നല്ല രീതിയിൽ നമ്മൾ ഇവിടെ വരച്ചിരിക്കുകയാണ്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. അടുത്തത് y is equal to sin 2x നെ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ ഓർക്കുക, f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആണെങ്കിൽ, പീരിയോഡിക് വിത്ത് അതിന്റെ പീരിയഡ് t ആണെങ്കിൽ f of k into x ന്റെ പീരിയഡ് എന്ന് പറയുന്നത് t divided by k ആണ്. അപ്പൊ sin x ന്റെ പീരിയഡ് 2π ആണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് 2x ന്റെ പീരിയഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2π divided by 2, അതായത് പൈ വരുന്നതായിട്ട് കാണിക്കാം. ഇങ്ങനെ വേണം നമ്മൾ ഒരു നോർമൽ ഫംഗ്ഷൻ അറിയാമെങ്കിൽ അതിന്റെ അകത്ത് എന്തൊക്കെ ഉടായ്പ കാണിച്ചു കഴിഞ്ഞാലും ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. പീരിയഡ് പൈ എന്ന് വരും. അപ്പൊ പീരിയഡ് പൈ എന്ന് വരുന്നതിന്റെ മീനിങ് എന്തെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം വീണ്ടും സൈൻ എക്സിന്റെ ഗ്രാഫ് നോർമൽ ആയിട്ട് അങ്ങ് വരയ്ക്കുക. ഓക്കെ, സൈൻ എക്സിന്റെ ഗ്രാഫ് നമ്മൾ നോർമൽ ആയിട്ട് അങ്ങ് വരയ്ക്കാം. സൈൻ എക്സിന്റെ ഗ്രാഫ് നമുക്ക് നോർമൽ ആയിട്ട് വരയ്ക്കാൻ അറിയാലോ. ഓക്കെ, ഇത് 0 ആണ് അല്ലെ? അപ്പം ഇത് 0 ആണ്. നോർമലി ഇത് 0 ആണ്. ഇത് പൈ ആണ്. ഇത് പൈ ബൈ 2 ആണ്. ഇത് 2π ആണ്. ഇത് 3π ആണ്. ഇത് 4π ആണ്. ഇത് 5π by 2 ആണ്. ഇത് 3π by 2 ആണ്. ഇത് മൈനസ് പൈ ബൈ 2 ആണ്. ഇത് മൈനസ് പൈ ആണ്. ഇത് മൈനസ് 3π by 2 ആണ്. ഇത് മൈനസ് 2π ആണ്. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് ആണല്ലോ ഇതിന് ഇവിടെ ഉള്ളത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇതിന് ഞാനിപ്പോ ഇത് ചെയ്യണമെങ്കിൽ ഈ നോർമൽ ഗ്രാഫിനെ എല്ലാ സാധനത്തിനെയും അങ്ങ് 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇപ്പൊ പൈ ബൈ 2 വരുന്നത് പൈ ബൈ 4 ആകും. ഇത് പൈ ബൈ 2 ആകും. ഇത് 3π by 4 ആകും. ഇത് പൈ ആയി മാറും. ഈ പോയിന്റ് പൈ ആയിട്ട് മാറുന്നതായിട്ട് മനസ്സിലാക്കുക. ഇത് 5π by 2 ആകും. ഇത് 3π by 2 ആകും. ഓക്കെ, അങ്ങനെ മാത്രം വരച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോർമൽ ഗ്രാഫ് വരയ്ക്കുക, അതിൻ്റെ അകത്ത് ഈ ഒരു ചേഞ്ച് അങ്ങ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രാഫ് ടെക്നിക്കലി ഗ്രാഫ് കുറച്ചും കൂടെ ശ്രിങ്ക് ആവും എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. മറ്റേ രീതിയിൽ തന്നെ കുറച്ചുകൂടെ പകുതിയായിട്ട് മാറും. ഓക്കെ, പോയിന്റ് നോട്ട് ചെയ്യുക. ചേഞ്ച് ഇൻ ആംഗിൾ, ചേഞ്ച് ഫോർ എ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ happens inside. എന്ത് പറ്റും? ഗ്രാഫ് ശ്രിങ്ക് ആകും, ചെറുതാകും. പുറത്തൊരു ചേഞ്ചും വരുന്നില്ല. റേഞ്ച് എന്തായിട്ട് വരും? റേഞ്ച് റിമെയിൻസ് സെയിം ഇൻ ഓൾ ദീസ് കേസസ്. ഡൊമെയിൻ ഓൾസോ റിമെയിൻസ് ദ സെയിം. ഡൊമെയിൻ ഓൾസോ സെയിം. ഓക്കെ, സോ എല്ലാ വാല്യൂവും ഹാഫ് ആയിട്ട് മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് y is equal to sin 3x വരയ്ക്കണമെങ്കിൽ നേരത്തെ ചെയ്ത അതേ സർക്കസ് നമ്മൾ വീണ്ടും ചെയ്യാൻ പോവാണ്. ഓക്കെ, നേരത്തെ ചെയ്ത അതേ കാര്യം നമ്മൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു എളുപ്പത്തിനായിട്ട് ഇതൊന്ന് വരച്ചു വെക്കാം ഒരു റേഞ്ചിൽ നിൽക്കാനായിട്ട്. ഓക്കെ, ഇപ്പോ ഇത് നോർമൽ ആയിട്ട് വരേണ്ടത് എന്താണ്? ഇത് 0 ആകണം, ഇത് പൈ ആകണം, ഇത് 2π ആകണം, ഇത് 3π ആകണം, ഇത് 4π ആകണം, ഇത് 5π ആകണം, ഇത് പൈ ബൈ 2 ആകണം. ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? ഇത് 3π by 2 ആകണം, ഇത് 5π by 2 ആകണം അല്ലെ? ഇവിടെ മൈനസ് പൈ ബൈ 2 ആകണം, ഇത് ഇവിടെ മൈനസ് പൈ ആകണം, ഇവിടെ മൈനസ് 3π by 2 ആകണം അല്ലെ? സോറി, ഇവിടെയാണ് മൈനസ് പൈ. സോറി, ഇവിടെ മൈനസ് 3π by 2, ഇത് മൈനസ് 2π അല്ലെ?
ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അല്ലെ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യേണ്ട, എല്ലാത്തിനെയും ഡിവൈഡഡ് ബൈ, ഇപ്പൊ 3x ആവുകയാണെങ്കിൽ നേരത്തെ പീരിയഡ് ഡിവൈഡഡ് ബൈ 3 എന്നാകും ഇതിന്റെ പീരിയഡ്. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് 6 ആകും, ഇത് π/3 ആകും, ഇത് 3π/6 ആകും, ഇത് 2π/3 ആകും, ഇത് 5π/6 ആകും. അങ്ങനെ ഒരു ചേഞ്ച് മാത്രമാണ് ഇവിടെ വരാൻ പോകുന്നത്. കാര്യം മനസ്സിലായോ? ഇവിടെ π/3 ആകും, 2π/3. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗ്രാഫ് വരച്ചു വെക്കാനുള്ള എളുപ്പ വഴി. എന്നിട്ട് ഇപ്പൊ ഇതിന്റെ പീരിയഡ് എത്രയാണ്? 2π/3 ആയിരുന്നു നേരത്തെ പീരിയഡ്. ഇപ്പൊ y is equal to sin of x/2 വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്ന, പീരിയഡ് എന്താ വരുന്ന, പീരിയഡ് ഇതിന്റെ 2π ഡിവൈഡഡ് ബൈ 1/2, അതായത് 4π ആയി മാറുന്നു. ഡിവൈഡഡ് ബൈ 1/2, അതായത് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള എല്ലാ പോയിന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് ഇത് y is equal to ഇത് y is equal to 1 ഉം y is equal to -1 എളുപ്പം വരച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ വരക്കണമെന്നൊന്നും ഇല്ല. ഓക്കെ. ഇതിനിപ്പോ ഇതിന്റെ ഗ്രാഫ് ഞാൻ നോർമലി വരയ്ക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നന്നായിട്ട് കറങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫുകൾ ഇതേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് 0 വരും, ഇത് π വരും, ഇത് 2π വരും, ഇത് 3π വരും, ഇത് 4π വരും, ഇത് 5π വരും, ഇത് -π വരും, ഇത് -2π വരും, ഇത് -3π വരും, ഇത് -4π വരും അല്ലെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് അല്ലെ. ഇതില് നമ്മൾ നോർമൽ ആയിട്ട് ഇവിടെ π/2 ആയിരുന്നു വരേണ്ടത്, ഇവിടെ 3π/2 ആയിരുന്നു വരേണ്ടത്, ഇവിടെ 5π/2 ആയിരുന്നു വരേണ്ടത്, ഇവിടെ -π/2 ആണ്, ഇത് -3π/2 ആണ്. അപ്പൊ ഇവിടെ എന്തായിരുന്നു, എല്ലാത്തിനെയും 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി π ആയി മാറും, ഇത് 2π ആയി മാറും, ഇത് 3π ആയി മാറും, ഇത് 4π ആയി മാറും, ഇത് 5π ആയി മാറും, ഇത് 6π ആയി മാറും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളുടെ ഇതിന്റെ സൈൻ ഓഫ് x/2ന്റെ ഗ്രാഫ് ആരെങ്കിലും വരച്ചുകൊണ്ടിരുന്ന ഗ്രാഫ് വരയ്ക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ? എല്ലാവർക്കും കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ. ഇതിന്റെയും റേഞ്ച് എന്താണ്? സെയിം തന്നെയാണ്, -1നും 1നും ഇടയ്ക്ക് തന്നെയാണ് ഇത് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. -1നും 1നും ഇടയ്ക്കാണ് ഇതിന്റെ റേഞ്ച്. ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ് ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ ഓക്കെ, ആ കാര്യം നമ്മൾ പഠിച്ചു. ഇപ്പൊ f(x) a into f(x) എന്ന് ചെയ്താൽ, അതായത് പുറത്തൊരു ചേഞ്ച് വരുത്തുകയാണ്, ചേഞ്ച് ഔട്ട്സൈഡ്, then range will also get multiplied. Range will also get multiplied. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. Range will also get multiplied in this case. അതായത് ഇപ്പം y is equal to sin x ന്റെ റേഞ്ച് -1 to 1 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് y is equal to 3 sin x ന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞ എന്താണ്, ഇത് -3ക്കും 3ക്കും ഇടയ്ക്കായിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3യും y is equal to -3യും ആണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് അവിടെ തന്നെ നമ്മൾ sin x ന്റെ ഗ്രാഫ് അതേ രീതിയിലൊന്ന് 0, π, 2π, 3π, 4π, -π, -2π, -3π ഒക്കെ ഇട്ട് കൊടുത്തിട്ട് π/2, π, 3π/2, 2π അല്ലെ, -π/2, -π, -3π/2 അല്ലെ. ഇങ്ങനെ പോകുന്ന ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരച്ചു പോകാവുന്ന ഒരു ഗ്രാഫുകൾ മാത്രമേ ഉള്ളൂ, ഇത്രയും അല്ലെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് എത്രയാണ്? y is equal to 3യും y is equal to -3യിലുമാണ്. അതായത് ഒരു പൊക്കം ഒന്ന് കുറച്ച് കൂടും അല്ലെ, ഇതിന്റെ കുറച്ചൊരു പൊക്കം ഒന്ന് കൂടും, അല്ലാതെ വേറെ ഒരു ഡിഫറൻസും തന്നെ ഇവിടെ ഉണ്ടാവത്തില്ല. സോ y is equal to നോർമൽ sin x ന്റെ ഗ്രാഫ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്ലെ, ഇത് ഇച്ചിരി പൊക്കം കൂടി പോകും, അത്രേ ഉള്ളൂ. പൊക്കം കൂടുന്ന ഒരു കളി മാത്രമേ ഇവിടെ ഉള്ളൂ. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണിത്. മനസ്സിലായല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഗ്രാഫുകൾ ഇതിന്റെ റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാന്നുള്ള പാർട്ടിലേക്കാണ് അടുത്തതായിട്ട് കടക്കാൻ പോകുന്നത്.
അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കടക്കാം. So thank you so much for watching. We'll meet again. Don't forget to like, share and subscribe to my YouTube channel and share it with all your friends. Thank you so much, my dear friends.